ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. മുടിക്ക് ഉചിതമായ സംരക്ഷണ മാർഗങ്ങൾ നിശ്ചയിക്കുന്നതിലും സ്റ്റൈലിംഗ് ടെക്നിക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും മുടിയുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും മുടിയുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. മുടിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന സവിശേഷതകൾ വിശദീകരിക്കുക. തലയിലെ ചർമ്മം, മുടി എന്നിവയെ വിശകലനം ചെയ്യുക. മുടിയുടെ സ്റ്റൈലിംഗിനായുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും തിരഞ്ഞെടുക്കുക. മുടിയുടെ ഗുണനിലവാരവും ആരോഗ്യവും ജനിതകവും പാരിസ്ഥിതികവുമായ ഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്ന നിരവധി സവിശേഷതകളാൽ സ്വാധീനിക്കപ്പെടുന്നു. ഈ സവിശേഷതകൾ മനസ്സിലാക്കുന്നത് മുടിക്ക് ഉചിതമായ സംരക്ഷണ രീതികൾ, സ്റ്റൈലിംഗ് ടെക്നിക്കുകൾ, മുടിയുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കൽ എന്നിവയിൽ സഹായിക്കുന്നു. ഈ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുടിയുടെ ഇനം. മുടിയുടെ ഘടനയെ അടിസ്ഥാനമാക്കി സ്ട്രെയിറ്റ്, വേവി, കേളി, കോയിലി എന്നിങ്ങനെ വ്യത്യസ്ത ഇനങ്ങളായി തരംതിരിക്കാം. രോമകൂപത്തിന്റെ ആകൃതിയും തലയോടിൽ നിന്ന് മുടി വളരുന്ന കോണും അനുസരിച്ചാണ് മുടിയുടെ ഇനം നിർണ്ണയിക്കുന്നത്. ഓരോ ഇനം മുടിക്കും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്. അവയാണ് മുടി എങ്ങനെ കാണപ്പെടുന്നു, അനുഭവപ്പെടുന്നു, അതിൻ്റെ സ്വഭാവം എന്നീ കാര്യങ്ങളിൽ സ്വാധീനിക്കുന്നത്. ഹെയർലൈൻ. നെറ്റിയിലെ രോമം തലയിലെ ചർമ്മവുമായി ചേരുന്ന സ്ഥലത്തെയാണ് ഹെയർലൈൻ എന്ന് പറയുന്നത്. മുടിയുടെ സ്വാഭാവിക വിഭജനം ഈ ഹെയർലൈൻ നിർണ്ണയിക്കുന്നു. ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കുന്ന രീതിയെയും വേണ്ടത്ര പരിചരണം നൽകാതെ വിടുമ്പോൾ എപ്രകാരം മുടി കിടക്കും എന്നതിനെയും ഈ ഹെയർലൈൻ സ്വാധീനിക്കും. മുടി വളരുന്നതിൻ്റെ പാറ്റേൺ. മുടി വളരുന്നതിൻ്റെ പാറ്റേൺ എന്നത് ശിരോചർമ്മത്തിൽ നിന്ന് ഓരോ മുടിയിഴകൾ വളരുന്ന ദിശയെയും മാതൃകയെയും സൂചിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ മുടി സ്വാഭാവികമായി എങ്ങനെ കിടക്കുമെന്ന് നിർണ്ണയിക്കുകയും മുടിയുടെ ഫലപ്രദമായ സംരക്ഷണ രീതിയും സ്റ്റൈലിംഗ് നടപടികളും കണ്ടെത്തുന്നതിൽ സഹായിക്കുകയും ചെയ്യുന്നു. മുടിയുടെ നിബിഡത മുടിയിഴകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് വ്യക്തികൾക്കനുസരിച്ച് കുറഞ്ഞും കൂടിയുമിരിക്കും. മുടിയുടെ മൊത്തത്തിലുള്ള അളവിനെയും നിറവിനെയും ഇത് സ്വാധീനിക്കുന്നു. മുടിയുടെ വ്യാസം അല്ലെങ്കിൽ കനം. ഓരോ വ്യക്തികളുടെയും മുടിയിഴകളുടെ വലിപ്പമാണ് മുടിയുടെ വ്യാസം അല്ലെങ്കിൽ കനം നിർണ്ണയിക്കുന്നത്. ഇത് കനം കുറഞ്ഞതു മുതൽ കൂടിയതുവരെ വ്യത്യസ്തമായി ഉണ്ടാകും. കനം കുറഞ്ഞവ ലോലമായി നേർത്തും കനം കൂടിയവ പരുക്കനായും കാണപ്പെടും. ഹെയർ പൊറോസിറ്റി. ഈർപ്പം ആഗിരണം ചെയ്യാനും നിലനിർത്താനുമുള്ള മുടിയുടെ കഴിവിനെയാണ് ഹെയർ പൊറോസിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉയർന്ന പൊറോസിറ്റിയുള്ള മുടി ഈർപ്പം വേഗത്തിൽ ആഗിരണം ചെയ്യുമെങ്കിലും അത് വേഗത്തിൽ നഷ്ടപ്പെടാം. എന്നാൽ കുറഞ്ഞ പൊറോസിറ്റിയുള്ള മുടി ഈർപ്പം ആഗിരണം ചെയ്യാൻ പ്രയാസമാണ്. സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ മുടി എത്രത്തോളം പിടിച്ചുവെക്കുന്നു, ഈർപ്പത്തോടുള്ള മുടിയുടെ പ്രതികരണം, മൊത്തത്തിലുള്ള ഈർപ്പത്തിന്റെ ബാലൻസ് എന്നിവയെ മുടിയുടെ പൊറോസിറ്റി സ്വാധീനിക്കുന്നു. ഇലാസ്റ്റിസിറ്റി. മുടിയുടെ ഇലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഓരോ രോമകൂപങ്ങളും വലിച്ചു നീട്ടപ്പെടുമ്പോൾ അത് പൂർവ്വസ്ഥിതിയിലാകാനുള്ള കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആരോഗ്യമുള്ള മുടി പൊട്ടാതെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുമ്പോൾ കേടുവന്നതോ കൂടുതൽ പ്രക്രിയകൾ ചെയ്തതോ ആയ മുടിയുടെ ഇലാസ്റ്റിസിറ്റി കുറയുകയും അവ പൊട്ടുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ശിരോചർമ്മത്തിലെ സെബം ഉൽപ്പാദനം. ശിരോചർമ്മത്തിലെ സെബേഷ്യസ് ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന സ്വാഭാവിക എണ്ണയാണ് സെബം. ഇതിൻ്റെ അളവ് മുടിയുടെ സ്നിഗ്ധതയെ സ്വാധീനിക്കുന്നു. അമിതമായ സെബം ഉൽപ്പാദനം മുടിയെ വഴുവഴുത്തതായി തോന്നിപ്പിക്കും. അതേസമയം സെബത്തിന്റെ കുറവ് മുടി വരളുന്നതിനും സ്വാഭാവിക സ്നിഗ്ധതയുടെ അഭാവത്തിലേക്കും നയിക്കും. സ്കാൽപ്പ് ആൻഡ് ഹെയർ അനാലിസിസ് അഥവാ ശിരോചർമ്മം, മുടി എന്നിവയുടെ വിശകലനം. സ്കാൽപ്പ് ആൻഡ് ഹെയർ അനാലിസിസ് അഥവാ ശിരോചർമ്മം, മുടി എന്നിവയുടെ വിശകലനം എന്നാൽ ശിരോചർമ്മത്തിൻ്റെയും മുടിയുടെയും അവസ്ഥ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതിനെയാണ്. ഇത് സാധാരണയായി
ഡെർമറ്റോളജിസ്റ്റുകൾ, ട്രിക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഹെയർ സ്പെഷ്യലിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള പ്രൊഫഷണലുകളാണ് ചെയ്യുന്നത്. ഇതിനായി അവർ പിന്തുടരുന്ന ചില പൊതുവായ സമ്പ്രദായങ്ങൾ താഴെ പറയുന്നവയാണ്: നേരിട്ടുള്ള പരിശോധന, ഹെയർ പുൾ ടെസ്റ്റ്, മുടിയുടെ ഘടനയുടെ വിശകലനം, കൂടാതെ ശിരോചർമ്മത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കൽ. ഇനി ഇവയെക്കുറിച്ച് വിശദമായി നോക്കാം. നേരിട്ടുള്ള പരിശോധന എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചുള്ള ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നവ. ഘട്ടം 1: തയ്യാറെടുപ്പ്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ക്ലയന്റിനെ സുഖമായി ഇരുത്തുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകി നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. ശുചിത്വം സംരക്ഷിക്കുന്നതിനും അണുബാധകൾ പടരുന്നത് തടയുന്നതിനും വേണ്ടി ക്ലയന്റിന്റെ ശിരോചർമ്മത്തിന്റെയും മുടിയുടെയും വിഷ്വൽ എക്സാമിനേഷന് മുമ്പ് കയ്യുറകൾ ധരിക്കുന്നത് നല്ലതാണ്. ജെല്ലുകളോ ഹെയർ സ്പ്രേകളോ പോലുള്ള സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങൾ വിഷ്വൽ എക്സാമിനേഷന് തടസ്സമാകുമെന്നതിനാൽ ക്ലയന്റിന്റെ മുടിയിൽ അവയില്ലെന്നും മുടി ഉണങ്ങിയതാണെന്നും ഉറപ്പാക്കുക. ഘട്ടം 2: പൊതുവായ അവലോകനം. ക്ലയന്റിന്റെ പുറകിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തുകൊണ്ട് മുടിയും ശിരോചർമ്മവും എങ്ങനെയുണ്ടെന്ന് മൊത്തത്തിൽ നോക്കുക. മുടി ശുഷ്കിക്കുന്നതിന്റെയോ കഷണ്ടി, ചർമ്മത്തിൽ ചുവപ്പ്, സ്കെയിലിംഗ് അല്ലെങ്കിൽ വീക്കം എന്നിവയുടെ ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ഘട്ടം 3: മുടിയെ പല ഭാഗങ്ങളായി വിഭജിക്കുക. കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി ഒരു ചീപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് മുടി ചെറിയ ഭാഗങ്ങളായി വേർതിരിക്കുക. ആവശ്യമെങ്കിൽ തലയുടെ വശങ്ങളിലും പിൻഭാഗത്തും ഇതുപോലെ കൂടുതൽ ഭാഗങ്ങൾ സൃഷ്ടിക്കുക. ഘട്ടം 4: ശിരോചർമ്മം പരിശോധിക്കുക. ശിരോചർമ്മത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്ന് ഓരോ ഭാഗത്തിലും പരിശോധിക്കുക. ചർമ്മത്തിന് കനം കുറവ്, ചുവപ്പ്, നീർവീക്കം, ക്ഷതം, ചിരങ്ങ് അല്ലെങ്കിൽ വ്രണങ്ങൾ എന്നിവ ഉണ്ടോ എന്ന് നോക്കുക. താരൻ, അടരുകൾ അല്ലെങ്കിൽ തൊലി അടർന്നു പോയതിന്റെ അടയാളങ്ങൾ എന്നിവ ഉണ്ടോ എന്ന് നോക്കുക. ശിരോചർമ്മത്തിന്റെ നിറവും ഘടനയും ശ്രദ്ധിക്കുക. ഘട്ടം 5: മുടിയിഴകൾ വിലയിരുത്തുക. ഓരോ ഭാഗത്തിലെയും മുടിയിഴകൾ സൂക്ഷ്മമായി പരിശോധിക്കുക. മുടിയുടെ നിറം, കനം, ഘടന, തിളക്കം എന്നിവ നോക്കുക. മുടിയുടെ ഘടനയിൽ പൊട്ടൽ, വരൾച്ച അല്ലെങ്കിൽ അറ്റം പിളർപ്പ് എന്നിങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. മുടി പൊട്ടുന്നതിന്റെയോ അമിതമായ മുടി കൊഴിച്ചിലിന്റെയോ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈരോ പേനോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഘട്ടം 6: നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾ കണ്ട അസ്വാഭാവികതകളെക്കുറിച്ചും അവയുടെ സ്ഥാനം, എപ്രകാരം കാണപ്പെടും എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും രേഖപ്പെടുത്തുക. ഹെയർ പുൾ ടെസ്റ്റ്. മുടി കൊഴിച്ചിൽ വിലയിരുത്തുന്നതിനും അതിന്റെ കാരണം നിർണ്ണയിക്കുന്നതിനുമുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്കാണ് ഹെയർ പുൾ ടെസ്റ്റ്. ഒരു കൂട്ടം മുടികൾ ചേർത്ത് ചെറുതായി വലിച്ച് എത്ര മുടികൾ എളുപ്പത്തിൽ പിഴുതുവരുന്നുണ്ടെന്ന് നിരീക്ഷിക്കുന്ന രീതിയാണ് ഇത്. ഹെയർ ടെക്സ്ചർ അനാലിസിസ്. മുടിയുടെ കനം, നിബിഡത, ഇലാസ്റ്റിസിറ്റി, ചുരുളൽ, ഈർപ്പം, മൊത്തത്തിലുള്ള ഗുണനിലവാരം എന്നിവ വിശകലനം ചെയ്ത് അതിന്റെ ഘടന വിലയിരുത്തുന്നതിനെയാണ് ഹെയർ ടെക്സ്ചർ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് ക്ലയന്റിന്റെ മുടിയുടെ ഇനവും മുടിക്ക് എത്രത്തോളം സംരക്ഷണം ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ശിരോചർമ്മത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കൽ. ഒരു വ്യക്തിയുടെ ജീവിതശൈലി, ഭക്ഷണക്രമം, മുടിയുടെ സംരക്ഷണത്തിനായി അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ശിരോചർമ്മം, മുടിയുടെ അവസ്ഥ എന്നിവയെക്കുറിച്ച് സമഗ്രമായ ധാരണ ലഭിക്കുന്നതിന് അതിനെ സംബന്ധിച്ച ഏതെങ്കിലും ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരു പ്രൊഫഷണൽ ചോദിച്ചേക്കാം. ഈ വിശകലനത്തിൽ നിന്നുള്ള കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി ശിരോചർമ്മത്തിന്റെയും മുടിയുടെയും സംരക്ഷണത്തിനുള്ള വ്യക്തിഗത ശുപാർശകളും ചികിത്സകളും നൽകാൻ ഒരു പ്രൊഫഷണലിന് കഴിയും. ഹെയർ സ്റ്റൈലിംഗിനുള്ള സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും തിരഞ്ഞെടുപ്പ്. ഹെയർ സ്പ്രേ.
മുടികൾ പരസ്പരം ബന്ധിച്ചു നിർത്താനും പറക്കുന്നത് നിയന്ത്രിക്കാനും അപ്രകാരം ആവശ്യമുള്ള ഹെയർ സ്റ്റൈൽ നിലനിർത്താനും ഹെയർ സ്പ്രേകൾ ഉപയോഗിക്കുന്നു. ലൈറ്റ് ഹോൾഡ്, മീഡിയം ഹോൾഡ്, സ്ട്രോങ് ഹോൾഡ് എന്നിങ്ങനെ വ്യത്യസ്ത ബലത്തിലുള്ളവ ലഭ്യമാണ്. മൂസ് മുടിക്ക് കൂടുതൽ അളവും ഘടനയും പിടുത്തവും നൽകാൻ ഹെയർ മൗസ് സഹായിക്കുന്നു. സാധാരണയായി മുടിക്ക് സ്റ്റൈലിംഗും രൂപവും ചെയ്യുന്നതിന് മുൻപ് നനഞ്ഞ മുടിയിലാണ് ഇത് പ്രയോഗിക്കുന്നത്. ഹെയർ ജെൽ ഹെയർ സ്റ്റൈലുകൾക്ക് ഉറപ്പും നിയന്ത്രണവും നൽകാൻ ഹെയർ ജെൽ ഉപയോഗിക്കുന്നു. സാധാരണയായി നനഞ്ഞ തലമുടിയിലാണ് ഇത് പ്രയോഗിക്കുന്നത്. കൂടാതെ നനഞ്ഞതുപോലെയുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിനും ചുരുളുകൾ തെളിഞ്ഞു കാണുന്നതിനും അല്ലെങ്കിൽ മെരുക്കിയെടുക്കുന്നതിനും ഇത് ഉപയോഗിക്കാം. പോമേഡ് മുടിക്ക് വഴക്കമുള്ള ഉറപ്പും തിളക്കമുള്ള ഫിനിഷും നൽകുന്ന ഒരു ബഹുമുഖ സ്റ്റൈലിംഗ് ഉൽപ്പന്നമാണ് പോമേഡ്. മിനുസമുള്ള പ്രതീതിക്കും പുതിയ ഘടന നൽകുന്നതിനും മുടിയിഴകൾ വ്യക്തമായി കാണുന്നതിനും ഇത് ഉപയോഗിക്കാം. ഹെയർ വാക്സ് മുടിയിഴകൾ തമ്മിൽ ഇടത്തരം ഹോൾഡ് മുതൽ ശക്തമായ രീതിയിലുള്ള ഹോൾഡ് കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ വ്യത്യസ്ത ശൈലികളിലുള്ള ഘടനകളും ലെയറുകളും സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ ചെറിയ ഹെയർ കട്ടുകൾ സൃഷ്ടിക്കുന്നതിനും പ്രത്യേകിച്ചും ഉപയോഗപ്രദമാണ് ഹെയർ വാക്സ്. സെറം അല്ലെങ്കിൽ ഷൈൻ സ്പ്രേ ഈ ഉൽപ്പന്നങ്ങൾ മുടിക്ക് തിളക്കവും മിനുസവും നൽകുകയും ചുരുളുകൾ കുറയ്ക്കുകയും മൊത്തത്തിൽ സ്റ്റൈൽ എടുത്തുകാട്ടുകയും ചെയ്യുന്നു. ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ഹീറ്റ് സ്റ്റൈലിംഗ് ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ചൂട് കാരണമുള്ള കേടുപാടുകൾ കുറയ്ക്കുന്നതിനും മുടി സംരക്ഷിക്കുന്നതിനും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ അല്ലെങ്കിൽ സെറം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ചില ഹെയർ സ്റ്റൈലിംഗ് ഉപകരണങ്ങളെക്കുറിച്ച് നോക്കാം. ഹെയർ ഡ്രയർ ഇത് ബ്ലോ ഡ്രയർ എന്നും അറിയപ്പെടുന്നു. മുടി ഉണക്കാനും സ്റ്റൈൽ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്ന ടെക്നിക്കിനനുസരിച്ച് മുടിയുടെ അളവ്, മിനുസം അല്ലെങ്കിൽ ചുരുളുകൾ എന്നിവ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നു. ഫ്ലാറ്റ് അയേൺ അഥവാ സ്ട്രെയിറ്റ്നർ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനോ തിളങ്ങുന്ന സ്റ്റൈലുകൾ സൃഷ്ടിക്കാനോ ഉപയോഗിക്കുന്നു. മുടിയിഴകൾക്ക് മിനുസമുണ്ടാക്കാൻ ചൂടായ പ്ലേറ്റുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ടെയിൽ കോംബ് നീളമുള്ളതും നേർത്തതും കൂർത്തതുമായ ഒരു പ്രത്യേകതരം ചീപ്പാണ് ടെയിൽ കോംബ്. അതിനെ പലപ്പോഴും ടെയിൽ എന്ന് വിളിക്കുന്നു. സെക്ഷനിംഗ്, ബാക്ക് കോംബിംഗ്, സ്മൂത്തിംഗ്, ബ്രെയ്ഡുകൾ സ്റ്റൈൽ ചെയ്യൽ എന്നിങ്ങനെ ഹെയർ സ്റ്റൈലിംഗിലെ വിവിധ ആവശ്യങ്ങൾക്കായി ഇത് സാധാരണയായി ഉപയോഗിക്കുന്നു. ബോബ് പിന്നുകൾ ഹെയർ പിന്നുകൾ അല്ലെങ്കിൽ ഹെയർ ഗ്രിപ്പുകൾ എന്നും അറിയപ്പെടുന്ന ബോബ് പിന്നുകൾ മുടി സുരക്ഷിതമായി ഒതുക്കി നിർത്താൻ ഹെയർ സ്റ്റൈലിംഗിൽ ഉപയോഗിക്കുന്ന ചെറുതും യു ആകൃതിയിലുള്ളതുമായ പിന്നുകളാണ്. ഹെയർ ഇലാസ്റ്റിക്കുകൾ ഹെയർ ടൈകൾ അല്ലെങ്കിൽ ഹെയർ ബാൻഡ്സ് എന്നും അറിയപ്പെടുന്ന ഹെയർ ഇലാസ്റ്റിക്കുകൾ സാധാരണയായി തുണിയിലോ റബ്ബറിലോ പൊതിഞ്ഞ ഇലാസ്റ്റിക് മെറ്റീരിയലുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അവ ഹെയർ സ്റ്റൈലുകൾ സുരക്ഷിതമായി ഉറപ്പിച്ച് നിർത്തുന്നു. സെറ്റിംഗ് ക്ലിപ്പുകൾ മുടി സുരക്ഷിതമാക്കാനും ആവശ്യമുള്ള ആകൃതിയിലോ ശൈലിയിലോ ക്രമീകരിക്കാനും ഹെയർ സ്റ്റൈലിംഗിൽ ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഹെയർ ക്ലിപ്പുകൾ അഥവാ ഹെയർ സെറ്റിംഗ് ക്ലിപ്പുകൾ എന്നറിയപ്പെടുന്ന സെറ്റിംഗ് ക്ലിപ്പുകൾ. കേളിംഗ് അയൺ മുടിയിൽ ചുരുളുകൾ സൃഷ്ടിക്കാൻ കേളിംഗ് അയണുകൾ ഉപയോഗിക്കുന്നു. വ്യത്യസ്ത രീതിയിലും വലിപ്പത്തിലുമുള്ള പാറ്റേണുകൾ സൃഷ്ടിക്കാൻ വിവിധ വലിപ്പങ്ങളിലുള്ള ബാരലുകളായി അവ ലഭ്യമാണ്. റൗണ്ട് ബ്രഷ് ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് മുടി ഉണക്കുമ്പോൾ മുടിക്ക് അളവും ആകൃതിയും മിനുസവും സൃഷ്ടിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. വിവിധ അളവുകൾക്കായി അവ വ്യത്യസ്ത വലിപ്പങ്ങളിൽ ലഭ്യമാണ്. ഹെയർ റോളറുകൾ മുടിക്ക് ചുരുളുകളും അളവും സൃഷ്ടിക്കാൻ ഹെയർ റോളറുകൾ ഉപയോഗിക്കുന്നു. അവ ചൂടാക്കിയോ ചൂടാക്കാതെയോ ഉപയോഗിക്കാവുന്ന ഇവ വ്യത്യസ്ത വലിപ്പമുള്ള ചുരുളുകൾക്കായി വിവിധ വലിപ്പങ്ങളിലുള്ളവ ഉപയോഗിക്കുന്നു. സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ക്ലയന്റിന്റെ മുടിയുടെ ഇനം, ക്ലയന്റ് ആവശ്യപ്പെടുന്ന സ്റ്റൈൽ, ടെക്നിക്കുകൾ എന്നിവ പരിഗണിക്കാൻ ഓർക്കുക. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ മുടിയുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന സവിശേഷതകൾ വിശദീകരിക്കുക,
തലയിലെ ചർമ്മം, മുടി എന്നിവയുടെ വിശകലനം നടത്തുക. മുടി സ്റ്റൈലിങ്ങിനായുള്ള ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും തിരഞ്ഞെടുക്കുക എന്നിവയെക്കുറിച്ച് പഠിച്ചു. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.